നമസ്കാരം. പ്രമുഖ ക്രിക്കറ്റ് താരവും പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പേരാണ് PTI, പാകിസ്ഥാൻ തെഹ്രിക് ഇ ഇൻസാഫ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഈ പാർട്ടിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമ്രാൻഖാനാകട്ടെ അഴിമതി കേസുകളിൽപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതാണ്ട് 150ഓളം കേസുകളാണ് ഉള്ളത്. ഇവയിൽ തീവ്രവാദം മുതൽ രാജ്യരഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്തി എന്നത് വരെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പരമാവധി ഇത്തരത്തിൽ പീഡിപ്പിക്കുക എന്നുള്ളത് പട്ടാള ഭരണകൂടത്തിൻ്റെ സ്ഥിരം പരിപാടികളിലൊന്നാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെയൊക്കെ തന്നെ ഉദാഹരണം നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടി കൂടുതൽ കുരുക്കുകളിലേക്ക് ചെന്ന് ചാടുകയാണ്. ഇവരുടെ പാർട്ടിയിലെ ഏതാണ്ട് 108ഓളം വരുന്ന നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ തന്നെ കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇനി വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും. അവിടുത്തെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവിന് പോലും 10 വർഷം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവർ ചെയ്തത് 2023 ഓഗസ്റ്റിലാണ് ഇമ്രാൻഖാനെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് വരുന്ന അനുയായികൾ തെരുവുകളിൽ ഇറങ്ങി വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തുകയും സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ പലരെയും കോടതി ശിക്ഷിക്കുന്നത്. ഇരു സഭകളിലെയും പ്രതിപക്ഷ നേതാക്കന്മാരും ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ PTI പറയുന്നത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഒരു കറുത്ത ദിനമാണ് ഈ കോടതി വിധി എന്നാണ്. കാരണം ഒരിക്കലും പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും പ്രതിപക്ഷ നേതാക്കന്മാരെ കോടതി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ശിക്ഷ വിധിച്ചതായി തങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇവിടെ ചില പാർലമെൻറ്റ് അംഗങ്ങളെ കോടതി അയോഗ്യരാക്കിയിട്ടുമുണ്ട്. കാരണം അവർ ചെയ്ത കുറ്റത്തിൻ്റെ തോതനുസരിച്ചാണ് ഇവരുടെ മേലുള്ള ഇത്തരം ശിക്ഷണ നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇമ്രാൻഖാന് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്ന് കഴിയുമെന്ന് പോലും ആർക്കും ഒരു നിശ്ചയമില്ല. കാരണം അത്രത്തോളം വലിയ കേസുകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാനെ ജയിലിടുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തടവിടുകയും ചെയ്യുന്ന ഈ രീതി ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് കോടതികൾ പോലും ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നാണ്. അത്രയും രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പാർട്ടി വക്താക്കൾ പൊതുവേദികളിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇമ്രാൻഖാൻ ഒപ്പം ഈ നേതാക്കന്മാരെല്ലാം ജയിലിലാവുന്നതോടുകൂടി ഇനി ഒരുപക്ഷെ നാളെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇവർക്ക് ആർക്കും മത്സരിക്കാൻ കഴിയുകയില്ല എന്നും തങ്ങൾ നിർദ്ദേശിക്കുന്ന തങ്ങളുടെ പാവ സർക്കാരിനെയൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാനെ സർക്കാർ വിശ്വസിക്കുന്നത്. ഇന്ന് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രമുഖ നേതാക്കളുമൊക്കെ തന്നെ ചർച്ച നടത്തുന്നുമുണ്ട്. പക്ഷേ ഏതൊക്കെ വിഷയങ്ങളിലാണ് ചർച്ച നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും രാഷ്ട്രീയപരമായി പാകിസ്ഥാൻ അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. സാമ്പത്തികമായി ഏറെ തകർന്നിരിക്കുന്ന ഒരു രാജ്യം, അതുപോലെ എല്ലാ മേഖലകളിലും ദയനീയമായി പരാജയപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. ഇതെല്ലാം തന്നെ പാകിസ്ഥാനിലെ സർക്കാരും സൈന്യത്തിനും ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അതിൽ നിന്ന് തലയുരുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷണ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. PTI രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നിരവധി കേസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി ഒരു തുടക്കം മാത്രമാണ്. ഒരുപക്ഷെ നാളെ അങ്ങോട്ട് മറ്റ് നിരവധി കേസുകളിൽ ഇവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയുന്ന തരത്തിലേക്കാണ്. ഏതായാലും ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി തീരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഈ നേതാക്കളെല്ലാം തന്നെ കൂട്ടത്തോടുകൂടി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജയിലിലാവുന്നതോടുകൂടി പിന്നെ ഈ ഒരു പ്രസ്ഥാനം തന്നെ പാകിസ്ഥാനിൽ കാണാത്ത അവസ്ഥ ഉണ്ടാകും എന്നാണ് അവിടുത്തെ ഭരണകൂടം വിശ്വസിക്കുന്നത്.